ഓം ശ്രീ ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 2025 മാർച്ച് 29 ശനി മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. അതായത് കുംഭം രാശിയിൽ നിന്ന് ശനി മീനം രാശിയിലോട്ട് മാറിയിരിക്കുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില നക്ഷത്ര ജാതകർക്ക് അത് വളരെ നല്ല ഒരു ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. പക്ഷെ ചില നക്ഷത്ര ജാതകർക്ക് അതത്ര ശുഭകരമായ സ്ഥാനത്തേക്കല്ല മാറിയിരിക്കുന്നത്. ഇപ്പം ഇതിന്റെ അടിസ്ഥാനത്തിൽ മകര കൂറ് വരെയുള്ള നക്ഷത്ര ജാതകരുടെ വീഡിയോസ് ഞാൻ ആൾറെഡി പോസ്റ്റ് ചെയ്തിരുന്നു. അപ്പം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താൻ കൂടി ഒന്ന് ശ്രദ്ധിക്കുക. പരമാവധി വീഡിയോസ് ഒന്ന് ലൈക്ക് കൂടി ചെയ്തു പോവുക. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ശനി മാറ്റം ഇതിന്റെ അടിസ്ഥാനത്തിൽ കുംഭം രാശിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് എങ്ങനെയൊക്കെയാണ് ഈ ഒരു ശനിമാറ്റം അവരെ സ്വാധീനിക്കാൻ പോകുന്നത്, ആ നക്ഷത്ര ജാതകർക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത്, ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. ശനിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഒരു രാശിയിൽ ഏകദേശം 2.5 വർഷക്കാലമാണ് ശനി നിൽക്കുന്നത്. ഇപ്പം കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലോട്ട് ശനി വന്നിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ മീനം രാശിയിൽ ഏകദേശം 2.5 വർഷക്കാലം ശനി നിൽക്കുന്നു. അപ്പോൾ ആ നിൽക്കുന്നതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ഫലമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം കുംഭം രാശിയിൽ വരുന്ന ആദ്യ നക്ഷത്രമായ അവിട്ടം അവസാന പകുതി, ഇവർക്ക് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി 2ാം ഭാവത്തിലാണ്. മീനം രാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാർക്ക് 2ാം സ്ഥാനമാണ്. 2ാം സ്ഥാനത്തേക്കാണ് ശനി മാറിയിരിക്കുന്നത്. അപ്പം മാറിയതിന്റെ അടിസ്ഥാനത്തിൽ അത്ര ശുഭകരമായിട്ടുള്ള സ്ഥാനമല്ല. ജീവിതത്തിൽ ഏത് കാര്യത്തിലും തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയാണ് കാണിക്കുന്നത്. അതായത് ഏത് രംഗം എടുത്താലും, കർമ്മരംഗം, ജോലി സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ജോലിയിൽ പ്രൊമോഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള കാലതാമസം, അതുപോലെ പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, നല്ലൊരു കാലതാമസം ഉണ്ടാകുന്നു. കുട്ടികൾക്ക് പഠന സംബന്ധമായിട്ടുള്ള മടി, അതുപോലുള്ള പഠന മികവ് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത, അതുപോലെ വിവാഹപരമായിട്ട് വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധങ്ങൾ കിട്ടാനുള്ള ആ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ദാമ്പത്യപരമായിട്ടുള്ള ഒരു പൊരുത്തക്കുറവ്, അങ്ങനെയുള്ള വഴക്കുകൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുദ്ദേശിച്ച രീതിയിലുള്ള റിട്ടേൺസ് കിട്ടാനുള്ള ബുദ്ധിമുട്ട്, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ഡീലിങ്ങിലൊക്കെ ഉള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത, അതുപോലെ ബിസിനസ് എക്സ്പാൻഷൻ അതിനൊക്കെ ശ്രമിക്കുന്നവർക്കും ആ ഒരു ദൈവികത കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത, ആ ഒരു തടസ്സം, ഇതിനെയൊക്കെയാണ് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി കാണിക്കുന്നത്. ആരോഗ്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ കുംഭ കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് അത് കാണിക്കുന്നതാണ്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഇനി അങ്ങോട്ടുള്ള കുറച്ച് നാളുകൾ. അപ്പം ഈ ഒരു ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നു. അതിന് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് ആദ്യമായി ചെയ്യേണ്ടത് ശനീശ്വര പ്രീതി നേടുക എന്നുള്ളതാണ്. ദിവസവും ശനീശ്വര മന്ത്രം വിളക്ക് തെളിയിച്ച് സന്ധ്യാസമയം 3 തവണയെങ്കിലും, കുറഞ്ഞത് 3 തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം 3 തവണയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക. അതുപോലെ ശനിയാഴ്ച ദിവസം ശാസ്താവിന് നീരാഞ്ജനം നടത്തുന്നത് വളരെ ശ്രേഷ്ഠമായ കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കതിനെ ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. അതുപോലെ വിഘ്നേശ്വര കടാക്ഷം ഉണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഗണപതി ഹോമം നടത്താം, നാളികേരം ഉടയ്ക്കാം. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തില് കുങ്കുമ അർച്ചന വളരെ നല്ല കാര്യം തന്നെയാണ്. ചൊവ്വ ശനി ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്താൻ ശ്രമിക്കുക. ശിവക്ഷേത്ര ദർശനം വളരെ നല്ല ഒരു ഉത്തമമായ കാര്യം തന്നെയാണ്. അതുപോലെ ശിവ പഞ്ചാക്ഷരം ദിവസവും ജപിക്കുകയാണെങ്കിൽ
ഈ ദോഷങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ നമുക്ക് സാധിക്കുന്നതാണ്. ഹനുമാൻ ചാലിസ ദിവസവും ജപിക്കുകയാണെങ്കിൽ ശനിപരമായിട്ടുള്ള ദോഷം, ഇപ്പം ഏത് ദോഷമാകട്ടെ, 7.5 ശനി ദോഷം, അഷ്ടമ ശനി, കണ്ടക ശനി ദോഷം, അതുപോലെ രാഹു സംബന്ധമായിട്ടുള്ള ദോഷം, ബാധാദോഷം, ശത്രു സംബന്ധമായിട്ടുള്ള ദോഷം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി എടുക്കാൻ ഹനുമാൻ ചാലിസ മന്ത്രം ജപിക്കുന്നത് വളരെയധികം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് വളരെ ശുദ്ധിയോടുകൂടി കുളിച്ച് ആ ഒരു ശുദ്ധാവൃത്തിയോടുകൂടി ജപിക്കേണ്ട ഒരു മന്ത്രമാണ്. അപ്പം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പരിധിവരെ ഇത് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നു. അതുമല്ലെങ്കിൽ ഹനുമാൻ സ്വാമി ഏലസ് യന്ത്രം ധരിക്കാവുന്നതാണ്. അങ്ങനെ യന്ത്രം ധരിക്കുകയാണെങ്കിൽ ശനിദോഷങ്ങളെല്ലാം നമുക്ക് ഒരു പൂർണ്ണമായിട്ടും നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നത് തന്നെയാണ്. ഞാൻ ചെയ്യുന്നത് ഹനുമാൻ സ്വാമിയുടെ യന്ത്രം ആണ് ചെയ്തു കൊടുക്കാറ്. അപ്പൊ എനിക്ക് 21 ദിവസത്തെ വ്രതത്തോടു കൂടി അത്രയും പൂജാവിധികൾ ചെയ്തിട്ടാണ് ആ ഒരു യന്ത്രം, ആ ഒരു തകിടിന് ഞാൻ അത്രയും എനർജൈസ് ചെയ്ത് കൊണ്ടുവരുന്നത്. അങ്ങനെ പലർക്കും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ പേഴ്സണലി എൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും അടുത്തങ്ങനെ ചെയ്ത് തരുന്നവരുണ്ടെങ്കിൽ ഹനുമാൻ സ്വാമി യന്ത്രം ധരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതുപോലെ ശനീശ്വര യന്ത്രം ധരിക്കുന്നതും ഇങ്ങനെയുള്ള ദോഷങ്ങൾ മാറ്റി നിർത്താൻ സഹായകരമാകുന്നതാണ്. അതുപോലെ ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും വളരെ ശനീശ്വര കൃപ കിട്ടാൻ വളരെ നല്ല കാര്യം തന്നെയാണ്. ശനീശ്വരന് ഉഴുന്ന്, എള്ളെണ്ണ വഴിപാടായി സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ ശനീശ്വര ഇങ്ങനെയുള്ള ദോഷം കൂടി നിൽക്കുന്നവർ അങ്ങനെ ഉണ്ടെങ്കിൽ ശബരിമല ദർശനം നടത്തുന്നതും വളരെ ഉത്തമമായ കാര്യം തന്നെയാണ്. ഇത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ശനി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നമുക്കൊരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പം ഇതൊക്കെയാണ് അവിട്ടം അവസാന പകുതിയിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഇങ്ങനെയുള്ള ക്ലേശങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ഈ ഒരു ശനിമാറ്റത്തോടു കൂടി കാണിക്കുന്നതാണ്. അടുത്തതായി കുംഭക്കൂറിൽ വരുന്ന രണ്ടാമത്തെ നക്ഷത്രമായ ചതയം നക്ഷത്രം. ഇവർക്കും ഞാനിപ്പോൾ പറഞ്ഞ പോലെ 2ാം ഭാവത്തിലേക്കാണ് ശനി, ഈ ഒരു ശനിമാറ്റത്തോടു കൂടി 2ാം ഭാവത്തിലാണ് ശനി വരുന്നത്. ഇങ്ങനെയുള്ള തടസ്സങ്ങളെല്ലാം തന്നെ ഈ ചതയ നക്ഷത്രക്കാർക്കും കാണിക്കുന്നതാണ്. അതായത് ഏത് മേഖല എടുത്താലും പൂർണ്ണമായിട്ടുള്ള തടസ്സങ്ങൾ തുടക്കത്തിലൊക്കെ കാണിക്കാനുള്ള സാധ്യതകളുണ്ട്. പ്രത്യേകിച്ച് ഹയർ സ്റ്റഡീസിൽ ഒക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ, സ്റ്റുഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട്, തടസ്സങ്ങൾ, അവർക്ക് ആ ഒരു ഫിനാൻഷ്യൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ചിലപ്പോൾ ഏത് കോഴ്സാണ് എടുക്കേണ്ടത് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത. അതുപോലെ വിവാഹം ആലോചിക്കുന്നവർക്ക് നല്ല ബന്ധം വന്ന് ചേരാനുള്ള ബുദ്ധിമുട്ട്, ബിസിനസ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് ഉള്ള നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ട്, അതുപോലെ ഫിനാൻഷ്യൽ ഡീലിങ്സിലൊക്കെ ക്ലേശങ്ങൾ ഉണ്ടാവുക, സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടം, പണം കടം കൊടുത്ത് അങ്ങനെ ചതിക്കപ്പെടാനുള്ള സാധ്യതകൾ, അതുപോലെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചതയം നക്ഷത്ര ജാതകർക്ക് കാണിക്കാനുള്ള സാധ്യത ഏറെയാണ്. വിദ്യാഭ്യാസപരമായിട്ട് പഠനത്തിൽ മികവ് കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത, ജോലിയിൽ പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അവർ ഉദ്ദേശിച്ച രീതിയിൽ ആ ഒരു പെർഫോമൻസിലുള്ള ഒരു പെർഫോമൻസ് ലാഗിങ് ഉണ്ടാകാനും അങ്ങനെ ജോലി സംബന്ധമായിട്ടുള്ള കൂടുതൽ ക്ലേശങ്ങൾ ഉണ്ടാകാനുമുള്ള സാധ്യതകൾ, അവരുടെ ഹയർ അതോറിറ്റീസിനെയൊക്കെ പ്രീതിപ്പെടുത്താനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഏറെയാണ്. അതുപോലെ ഗവൺമെന്റ് സെക്ടേഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുദ്ദേശിച്ച രീതിയിൽ ആ ഒരു ട്രാൻസ്ഫേഴ്സ് ഒക്കെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെ കാണിക്കാനുള്ള സാധ്യതയാണ്. അതുപോലെ സുഹൃത്തുക്കൾ വഴിയുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, ചിലപ്പോൾ സുഹൃത്തുക്കൾ പോലും ശത്രുക്കളാകാനുള്ള ആ ഒരു സമയം, ബന്ധുമിത്രാദികൾ പോലും ചിലപ്പോൾ ശത്രുക്കളായി മാറിയേക്കാം. അപ്പൊ നിങ്ങളുടെ സംഭാഷണം ഒന്ന് മയപ്പെടുത്തി അങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കൊരു പരിധി വരെ ഇങ്ങനെയുള്ള ശത്രുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചതയ നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റം അവരിങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ശനീശ്വര കൃപ നേടുക, നേരത്തെ പറഞ്ഞ രീതിയിൽ ഹനുമാൻ സ്വാമി ക്ഷേത്രം ദർശനം അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി യന്ത്രം, ശിവക്ഷേത്ര ദർശനം, ശബരിമല ദർശനം, ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്താം ശാസ്താവിന്, അതുപോലെ ശനീശ്വര പ്രീതി നേടാൻ ശ്രമിക്കുക.
ശനീശ്വരന് ഉഴുന്ന് എണ്ണ സമർപ്പിക്കാവുന്നതാണ് വഴിപാടായി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക. ഒരു പരിധിവരെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ് ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ. അടുത്തതായി കുംഭക്കൂറിൽ വരുന്ന അവസാന നക്ഷത്രമായ പൂരുരുട്ടാതി മുക്കാൽ ഭാഗം, ഇവർക്ക് ഈ ഒരു ശനിമാറ്റം ഞാനിപ്പോ പറഞ്ഞതുപോലെ തന്നെ 2ാം ഭാവത്തിൽ ശനി വരുന്നതോടുകൂടി ഇപ്പൊ പറഞ്ഞ അതേ തടസ്സങ്ങൾ പൂരുരുട്ടാതി മുക്കാൽ ഭാഗം ഇവർക്കും തടസ്സങ്ങൾ കാണിക്കുന്നതാണ്. എല്ലാ രംഗങ്ങളിലും തടസ്സങ്ങൾ കാണിക്കുന്നു. കർമ്മരംഗങ്ങളിലുള്ള തടസ്സം, വിദ്യാഭ്യാസപരമായിട്ടുള്ള തടസ്സം, ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുള്ള തടസ്സം, ഇങ്ങനെയുള്ള തടസ്സം, അതുപോലെ ശാരീരികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, നയന സംബന്ധമായിട്ടുള്ള ക്ലേശങ്ങൾ, മണി ഡീലിങ്സിലൊക്കെ ചിലപ്പോൾ ചതിക്കപ്പെടാനുള്ള സാധ്യത, അതുപോലെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജോലി സംബന്ധമായിട്ടുള്ള ഒരു ഉയർച്ച കുറവ് കാണിക്കുന്നു. പുതിയതായിട്ട് ജോലി അന്വേഷിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ കാണിക്കാനുള്ള സാധ്യത ഏറെയാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അത് എത്തിപ്പെടാൻ, നല്ലൊരു ബന്ധത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത ഒരു തടസ്സമാണ് കാണിക്കുന്നത്. അതുപോലെ ദാമ്പത്യപരമായിട്ടുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത, കുട്ടികൾക്ക് ചെറിയ രീതിയിലുള്ള വീഴ്ചകളൊക്കെ ഉണ്ടാകാൻ ഉള്ള സാധ്യതകളൊക്കെ കാണിക്കുന്നു. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ. അതുപോലെ ഗുരുക്കന്മാരിൽ നിന്ന് പ്രീതി കുറഞ്ഞു നിൽക്കുന്നു, അവരുടെ അനുഗ്രഹം കുറഞ്ഞു നിൽക്കാനുള്ള സാധ്യത, കുടുംബപരമായിട്ട് നിങ്ങൾക്ക് പിതാവിൽ നിന്ന് കിട്ടേണ്ട ഓഹരിയൊക്കെ ചിലപ്പോൾ കിട്ടാനുള്ള കാലതാമസം, അതുപോലെ കേസ്, അങ്ങനെയുള്ള കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള വിധികളൊക്കെ അനുകൂലമായി നിൽക്കാനുള്ള സാധ്യത കുറവ്, അങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ കാണിക്കാനുള്ള ഒരു സമയമാണ് ഈ ഒരു ശനിമാറ്റത്തോടു കൂടി. കുംഭക്കൂറിൽ വരുന്ന എല്ലാ നക്ഷത്ര ജാതകർക്കും ഈ ഒരു ഫലമാണ്, ഇങ്ങനെയുള്ള റിസൾട്ടാണ് ഈ ഒരു ശനിമാറ്റം കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. ശനീശ്വര പ്രീതി നേടുക, ശിവക്ഷേത്ര ദർശനം, ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ശബരിമല ക്ഷേത്ര ദർശനം, അതുപോലെ ശാസ്താവിന നീരാഞ്ജനം, ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിച്ച് നിർത്താവുന്നതാണ് ശനിദോഷം. അതുപോലെ ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ്. ശനിദേവന് ഇഷ്ടമുള്ള ഒരു കാര്യം തന്നെയാണ്. ശനീശ്വര പ്രീതി നേടാനുള്ള ഒരു വഴി കൂടിയാണത്. അപ്പം പറ്റുമെങ്കിൽ യന്ത്രം, ഏലസ് ധരിക്കാൻ ശ്രമിക്കുക. ഹനുമാൻ സ്വാമിയുടെ ഏലസ് ധരിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതല്ലെങ്കിൽ ഹനുമാൻ സ്വാമിക്ക് കുങ്കുമ അർച്ചന നടത്തുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. വിഘ്നേശ്വര പ്രീതിയും ഉത്തമമായ കാര്യം തന്നെയാണ്. ഇങ്ങനെയുള്ള ദോഷങ്ങൾ, ഇങ്ങനെയുള്ള തടസ്സങ്ങളൊക്കെ മാറ്റിയെടുക്കാൻ വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കുംഭക്കൂറിൽ വരുന്ന നക്ഷത്ര ജാതകർക്ക് ഈ ഒരു ശനിമാറ്റം, ഇവർ ഈ ഒരു ഇങ്ങനെയൊക്കെയുള്ള രീതികളിലാണ് സ്വാധീനിക്കാൻ പോകുന്നത്. അപ്പം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളുടെ ജാതകത്തിൽ, ഞാൻ പലപ്പോഴും വീഡിയോസിൽ പറയുന്ന കാര്യം തന്നെയാണ്, നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള പാപഗ്രഹ വീക്ഷണം, അങ്ങനെയുള്ള എന്തെങ്കിലും തടസ്സങ്ങൾ കൂടുതലായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വീഡിയോയുടെ താഴെ നിങ്ങളുടെ പേരും നക്ഷത്രവും നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്ലേശങ്ങൾ എന്താണ് അതുകൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എൻ്റെ പ്രാർത്ഥനയിൽ എന്നാലാവുന്ന രീതിയിൽ നിങ്ങളെ കൂടി ചേർത്ത് നിങ്ങളുടെ നന്മയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ജസ്റ്റ് നിങ്ങളുടെ പേരും നക്ഷത്രവും ആ ഒരു ബുദ്ധിമുട്ട് എന്താണ് അതും കൂടി ഒന്ന് മെൻഷൻ ചെയ്താൽ മതി. പ്രത്യേകിച്ച് യാതൊരു ചെലവുമില്ല ഇതിന്. അപ്പം എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.